DC ബുക്സിനെതിരെ ആരോപണമായി ശ്രീ EP ജയരാജൻ്റെ ഒരു പ്രസ്ഥാന വെളി വന്നിട്ടുണ്ട്. അത് DGPക്കൊക്കെ അദ്ദേഹം പരാതിയും കൊടുത്തിട്ടുണ്ട്. അത് വളരെ രസകരമായ ഒരു സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ അദ്ദേഹം അറിയാതെ പ്രസിദ്ധീകരിച്ചു, അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ അവർ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് DC ബുക്സിനെതിരെയുള്ള ഒരു ആരോപണം. ഒട്ടും വിശ്വസനീയമല്ലാത്ത ഒരു കാര്യമാണത്. കാരണം DC ബുക്സ് പോലുള്ള ഒരു സ്ഥാപനം, അത് അവരെ സംബന്ധിച്ചിടത്തോളം ശ്രീ EP ജയരാജൻ ഒന്നുമല്ല. അവർ ഒരുപാട് അത്രത്തോളം വലിയൊരു പുസ്തകം പ്രസാധനം നടത്തുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ചെറിയൊരു കാര്യമാണ്. അത് മാത്രമല്ല, അവരൊക്കെ പ്രോപ്പറായിട്ട് കോൺട്രാക്റ്റ് ഇല്ലാതെ അവരൊന്നും ചെയ്യത്തില്ല. അപ്പോൾ അതിൻ്റെ തലപ്പത്തുള്ള ശ്രീ DC രവി എന്നൊക്കെ പറയുന്നത് എനിക്ക് അവരെയൊക്കെ അറിയാം, പരിചയമുള്ളവരാണ്. അവരൊക്കെ ശരിയായ രീതിയിൽ നോക്കി അത് ഒരു കോൺട്രാക്റ്റിലൂടെ മാത്രമല്ലാതെ ഒരു ഇടപാട് നടത്തുകയല്ല. അതുകൊണ്ട് അത്രയും വലിയൊരു സ്ഥാപനത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ വിശ്വാസ്യത വേണം. അവർ പുസ്തകം അതെല്ലാം പ്രിൻ്റ് ചെയ്തിട്ട് കട്ടൻ ചായയും പരിപ്പൂടെയെന്നോ എന്തോ ഉള്ള ഒരു പേരിൽ ഉള്ള പുസ്തകം അവരത് പ്രിൻ്റ് ചെയ്തിട്ട് അവർ എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രകാശന കർമ്മം മാത്രം, റിലീസ് ചെയ്യുന്ന ഡേറ്റ് മാത്രം മാറ്റി. അത് സാങ്കേതികമായ കാരണങ്ങളെന്നാണ് മാധ്യമങ്ങളിൽ കാണുന്നത്. എന്താ സാങ്കേതികത്വമൊന്നും എനിക്കറിയില്ല. പിന്നെ ഇതിനകത്തുള്ള ഈ കാര്യങ്ങളൊക്കെ, അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലുള്ള കാര്യം ശരിയാണെങ്കിൽ EP ജയരാജൻ്റെ ആ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടില്ല, അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് നമുക്കറിയില്ല. അതിലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് EP അറിഞ്ഞുകൊണ്ടല്ലാതെ EPയുടെ കാര്യം എഴുതാൻ പറ്റുമോ? EP ജയരാജന് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ ആ പുസ്തകത്തിൽ ആത്മകഥയിൽ ഉൾക്കൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ, എഴുതുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം അറിയാതെ ഇത് എഴുതാൻ പറ്റുമോ? ഇത് എഴുതി അവിടെ കൊടുത്താലേ അവർക്ക് അത് പ്രിൻ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് അവിടെ കൊടുത്തു, ആരോ കൊടുത്തിട്ടുണ്ട്. ഇനി അത് EP അറിയാതെ EPയുടെ ആത്മകഥ എങ്ങനെ എഴുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് വേറെ ഒരു പഴഞ്ചൊല്ല ഓർമ്മ വരും, ഞാനത് പറയുന്നില്ല. അദ്ദേഹം അറിയാതെ ഇത് അവിടെ DC ബുക്സിൽ എത്തിക്കുക എന്നും, DC ബുക്സ് പോലുള്ള ഒരു സ്ഥാപനം ഇത് ഈ പുസ്തകം ശ്രീ EPയെ അവഹേളിക്കാനായിട്ടുള്ള രീതിയിൽ അതിനകത്ത് ഉള്ളടക്കങ്ങൾ ചേർത്ത് പ്രകാശനകർമ്മം നടത്താൻ പോകുന്നെന്നും ഒക്കെ പറയുമ്പോൾ ഒട്ടും വിശ്വാസ്യതയില്ലാത്ത ഒരു കാര്യമാണത്. അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ, ഞാൻ ശ്രീ EP ജയരാജനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ പെട്ടെന്ന് പ്രകോപിതനാകുന്ന ഒരു മനുഷ്യനായിട്ടാണ് പല സംഭവങ്ങളിൽ നിന്ന് കാണുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ വളരെ ചില കാര്യങ്ങളിൽ എതിർപ്പ് വരും. ഉദാഹരണമായിട്ട് അദ്ദേഹത്തിനെ ഇവിടെ ഈ LDF കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റി. അത് മാറ്റാനിടയായത് അന്ന് ആ ഇലക്ഷൻ്റെ സമയത്ത്, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ ആ EOD ഇലക്ഷനിൽ അദ്ദേഹം ഒരു വെടി പൊട്ടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പ്രകാശ് ജാവേദ്കറെയൊക്കെ കണ്ട് ചർച്ച നടത്തിയ കാര്യമൊക്കെ വിളിച്ചു പറഞ്ഞു, പ്രശ്നമായി. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് കുറേ ദോഷം ചെയ്തെന്നുള്ളത് ഒരു സത്യമാണ്. അത് ആ സമയത്ത് അത് അദ്ദേഹം പ്രകോപിതനായിട്ട് പറഞ്ഞതാണ്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അവസാനം റിമൂവ് ചെയ്തത്. ആ റിമൂവ് ചെയ്തപ്പോൾ ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് കാണുന്നത്, അതിനുശേഷം അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, പക്ഷേ അദ്ദേഹം പിന്നെ അതിൻ്റെ അങ്ങനെയുള്ള മീറ്റിങ്ങുകളിലൊന്നും പങ്കെടുത്തിട്ടില്ല പാർട്ടിയുടെ എന്ന് പറയപ്പെടുന്നു. ഉള്ളതാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിലായിരിക്കാം അദ്ദേഹം ക്ഷുഭിതനായിട്ട് പ്രകോപിതനായിട്ട് ഇതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കാരണം. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി, അതായത് വിവേകം വൈകിയാണ് വരുന്നത്, അതാണ് അവിടെ പ്രശ്നം വരുന്നത്. വലിയ ശരീരമാണെങ്കിലും വിവേകം വരുന്നത് വൈകിയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മനസ്സിലായി ഇത് മോശമാണ് എന്ന് തോന്നിക്കാണും. അപ്പോൾ ചിലപ്പോൾ സംശയം വന്നാണ്, ഇതൊന്നും ഞാൻ എഴുതിയല്ലോ എന്ന് ചിലപ്പോൾ തോന്നും. ചിലപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, നമ്മൾ പറയും, നമ്മൾ കാര്യം പ്രകോപിതരായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു തകരാറുണ്ട്. നമ്മൾ പറയും, ഓരോ കാര്യങ്ങൾ നമ്മൾ വിളിച്ചു പറയും. പക്ഷെ നമുക്ക് പിന്നെ തോന്നും, എടാ ഇത് ഞാൻ പറഞ്ഞതാണോ? ചിലപ്പോൾ തോന്നിന്നിരിക്കാം. ന്യായമായ ഒരു സംശയമായിരിക്കും അദ്ദേഹത്തിൻ്റെത്. പക്ഷേ അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ പലതും ആ പുസ്തകത്തിൽ ഉൾപ്പെടുത്തി എന്ന് പറയുമ്പോൾ, ബാക്കി ആത്മകഥയുടെ ഭാഗമെന്ന് പറയുന്നത് ഒരിക്കലും ആത്മകഥ പറയുന്ന ആളിൻ്റെ ആ കാര്യങ്ങളിലൂടെ അല്ലാതെ ഒരിക്കലും അതിനകത്തൊന്നും ചേർക്കാൻ പറ്റത്തില്ല. ഒരു ആത്മകഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല, അത് വലിയ അപകടം പിടിച്ച ഒരു സംഭവമാണ് ഈ ആത്മകഥ. കാരണം ആത്മകഥ എന്ന് പറയുന്നത് സത്യമായിരിക്കണം. ഇവിടെ പലരും സത്യമല്ലാതെ ഓരോരുത്തരെ കൊണ്ട് എഴുതിക്കാറുണ്ട്. ഈ ആത്മകഥ എഴുതേണ്ട എനിക്ക് വന്നപ്പോൾ എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ച അതാണ്. കാരണം അത് ഞാൻ നോക്കിക്കൊണ്ടിരുമ്പോൾ സർവീസ് സ്റ്റോറി തീർത്തു വെച്ചേക്കാണ്. അപ്പോൾ അതിനോടൊരു പൂർണ്ണത വേണമെങ്കിൽ എൻ്റെ ആത്മകഥ പോലുള്ള എൻ്റെ ഒരു ഭാഗം കൂടെ അതിനകത്ത് ചേർക്കണം.
ഈ ആത്മകഥ എഴുതുമ്പോൾ നമ്മൾ ഒരുപാട് സത്യങ്ങൾ, നമ്മൾ സത്യമേ പറയാവുള്ളൂ അതിനകത്ത്, ഇല്ലെങ്കിൽ അത് ആത്മകഥയല്ലല്ലോ, സത്യം തന്നെ പറയണം. പക്ഷേ ഈ സത്യം പറയുമ്പോൾ നമ്മളെ മാത്രമല്ല ഇത് ബാധിക്കുന്നത്, അത് ബാധിക്കുന്ന ഒരുപാട് ആളുകൾ വെളിയിലുണ്ട്. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഫീൽഡാണ് ഈ ആത്മകഥ, ശരിയായ രീതിയിലുള്ള ആത്മകഥ എഴുതുക എന്ന് പറയുന്നത്. പിന്നെ വല്ലവരും ചുമ്മാ കള്ളം പറഞ്ഞ് എഴുതി വെച്ച് അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു, ഇല്ല ഒരു ഒരു പ്രാഞ്ചിയേട്ടൻ്റെ സിനിമയ്ക്കകത്ത് ഇയാൾ പണ്ട് അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു എന്നൊക്കെ ഈ പത്മശ്രീ കിട്ടാനായിട്ട് എഴുതി കൊടുക്കുന്ന കണ്ടില്ലേ, കഥ ചമയ്ക്കുന്നത് ശ്രീരാമൻ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ എഴുതാണെങ്കിൽ കുഴപ്പമില്ല. അതല്ലാതെ സത്യം എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിന് വലിയ രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന്, അവരെ ബാധിക്കുന്നത് കൂടാതെ മറ്റനേകം ആളുകളെ ബാധിക്കും ഇത്. നമ്മൾ പറയുമ്പോൾ നമുക്കുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളുടെ വിവരം നമ്മൾ പറയുമ്പോൾ അത് അവരെ ഒരുപാട് വേറെ ആളുകളെ ഹാം ചെയ്യും. അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയിട്ടേ ഇതിന് ഇറങ്ങാവുള്ളൂ. ഇപ്പോൾ ഇതിന് കച്ച കെട്ടി അങ്ങ് ഇറങ്ങി ആത്മകഥ എഴുതാനായിട്ട്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അപ്രിയകരങ്ങളായ സത്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തേണ്ട ഗതികേട് വന്നു. അപ്പോൾ അപ്പോഴാണ് അദ്ദേഹത്തിന് വിവേകം വന്നത്, ഇത് ശരിയല്ല, ഇത് പ്രശ്നം വരും. എന്ത് പ്രശ്നം വരാനാണ് ശ്രീ ഇ പി ജയരാജൻ? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ സത്യങ്ങൾ വിളിച്ചു പറയുക. ആ പറയുന്നതിന് എന്താണ് കുഴപ്പം? അത് സത്യമായിരിക്കണമെന്നുള്ളതേ ഉള്ളൂ. ആരെ ഉപദ്രവിക്കാനോ കള്ളം ഒന്നും ചേർക്കരുത് അതിനകത്ത്. കള്ളം മേമ്പടി പോലും ഇല്ലാതെ സത്യം നിങ്ങൾ വിളിച്ചു പറയണം. നിങ്ങൾക്കുണ്ടായേക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് കിട്ടേണ്ടത് ആ പാർട്ടിയിൽ നിന്ന് പലപ്പോഴും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അത് സത്യമാണ്. അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് നൊന്തവനാണ് ആ പാർട്ടിക്കൊക്കെ. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്കുള്ള മനപ്രയാസം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയുന്നതിൽ എന്താണ് തെറ്റ്? അത് പറഞ്ഞുപോയി ഇവിടെ എന്നുണ്ടെങ്കിൽ അത് ആ പ്രസാധകർക്കെതിരെ നടപടിയെടുക്കുക എന്ന് പറയുന്നത് ശരിയാണ്. ആലോചിക്കുക, ചിന്തിക്കുക, സത്യം വിളിച്ചു പറയുക. അതിനാരെയാ ഭയക്കേണ്ടത്? സത്യം വിളിച്ചു പറഞ്ഞാൽ ഇപ്പോൾ വേറെ ആരെങ്കിലും ഇത് ബാധിക്കുമെന്ന് ഞാൻ പറഞ്ഞാലും അവർ മനസ്സിൽ തിരിച്ചറിയണം, സത്യമാണ്, ഞാൻ കാരണം അയാൾക്ക് ഇത്രയും മുറിവേറ്റിട്ടുണ്ട്, ഇങ്ങനെ ഒരു മനസ്സിന് ഇത്രയും ഒരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ തിരിച്ചറിയട്ടെ, അതിനെന്താ കുഴപ്പം? ഇപ്പം ഞാൻ എടുത്തേക്കുന്ന സ്റ്റാൻഡ് അതാണ്. ഈ രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത്. ശ്രീ പി ജയരാജൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനകൾ നമുക്ക് ഒരു വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട് തോന്നുന്നില്ല കണ്ടിട്ട്.